വെറും ഒരു ചോദ്യ പേപ്പർ ലീക്ക് ആയതിനാണ് ഈ പ്രതിഷേധങ്ങൾ അത്രയും. പ്രശ്നം പാറ്റകളുടെ പ്രശ്നങ്ങളാണ്. പാറ്റയ്ക്ക് ഹിറ്റ് ഉണ്ട് കയ്യില് ആണല്ലേ? ഇന്നലെ ഒരു ചെറിയ ഹിറ്റ്, വരാൻ പോണ ഹിറ്റൊക്കെ വരാൻ പോണ ആണല്ലേ? ഇതൊക്കെ ഒരു വെറുതെ. നമസ്കാരം. ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നിരവധി ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ സർക്കാരിനെതിരെ. മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലിയൊരു നിലയിലെത്തണം എന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് വേണ്ടതായ പരിശീലനം കൊടുക്കും. അതുപോലെ പഠിക്കാനുള്ളത് അവർക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ വിടും. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് പറയും. ഇതൊക്കെ ചോർത്തിയത് ആരാണ്? വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളും അവരൊക്കെയാണ്. ഒന്നും പഠിക്കാതെ അവർ പോയി എന്നിട്ട് അതങ്ങ് എഴുതും. ഇത് അതുപോലെ കോപ്പി അടിച്ച് കൊണ്ടുപോയി എഴുതും. അതാണ് നീറ്റിൽ സംഭവിച്ചത്. നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. 20 ലക്ഷത്തോളം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതാൻ പോയി. നീറ്റ് പരീക്ഷ എഴുതാൻ അവർ 1 വർഷത്തോളം പോയി പ്രൈവറ്റായിട്ടും നല്ല ക്യാഷ് മുടക്കിയൊക്കെ പഠിച്ച് എഴുതുന്ന പിള്ളേര്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. ആ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ വന്നപ്പോൾ അറിയുന്നത് എന്താണ്? ഈ ചോദ്യപേപ്പർ ചോർത്തി. വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും അതുവഴിയും ഇതുവഴിയും എല്ലാം ചോർത്തി എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് അത്രയും ദിവസം പഠിച്ച കുട്ടികൾ എന്തായി? ഒന്നാമതേ ഇത് പഠിക്കാൻ പോകാന്ന് പറഞ്ഞ 1 വർഷം അവര് അതുപോലെയാണ്. ഒരു റെസ്റ്റ് എടുക്കാതെ മിതമായ ഭക്ഷണം കഴിച്ച് ഉറക്കക്കുറവ് ഇതെല്ലാം വെച്ചാണ് അവർ പഠിക്കുന്നത്. എന്നിട്ട് അവർ പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ വരുമ്പം പറയുന്നത് എന്താണ്? നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ചോദ്യപേപ്പർ ചോർത്തിയല്ലോ. ആ ചോർത്തി പലർക്കും അയച്ചു കൊടുത്തു. ലക്ഷങ്ങൾ വാങ്ങിച്ചാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. 10 ലക്ഷം അങ്ങനെയൊക്കെ ഉണ്ട്, റേറ്റ് ഒരുപാടുണ്ട്. ഈ ലക്ഷങ്ങൾ വാങ്ങിച്ച് ഈ ചോദ്യപേപ്പർ അങ്ങ് വിറ്റു. അങ്ങനെ ഇത് വിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് കണ്ടെത്തി. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ കണ്ടുപിടിച്ചവരെ കൊണ്ട് നമ്മളെല്ലാം ന്യൂസ് കേട്ടതാണ്, ഒരാളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചപ്പോഴത്തേക്ക് 100 മാർക്കേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി അതിനു മുമ്പേ പരീക്ഷ എഴുതിയ അതിന് മുമ്പേ ഉള്ള മാർക്ക് അതിലും കൂടിയ മാർക്കാണ്. ആ മാർക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. 590 അങ്ങനെ എങ്ങാണ്ടാണ് ആ മാർക്ക് എന്ന് പറയുന്നു. പഠിച്ച് എഴുതിയ പിള്ളേർ ആരായി? അതിനുശേഷം അവർ പിന്നെയും 1 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ടി വന്നു. ആ സമയത്ത് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. അപ്പം ഈ 1 മാസത്തെ ക്ലാസ് എക്സ്ട്രാ വെച്ചപ്പോഴത്തേക്ക് ഇതിന്റെ സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ വരെ ചെയ്തു കേരളത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ കേരളത്തിലാണ് നടന്നത്. വിദ്യാർത്ഥികൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഓരോ കോഴ്സുകൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട്, ഡോക്ടർമാരാകാൻ വേണ്ടിയിട്ട് ഒക്കെ എഴുതുന്നവരാണ് ഈ നീറ്റ് പരീക്ഷ. കൂടുതലും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതുന്നവരുണ്ട്. പരീക്ഷയുടെ ബേസിൽ അവർക്ക് ഒരുപാട് മേഖലകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ തിരഞ്ഞെടുക്കാൻ പോയ കുട്ടികൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് അതിന്റെ പേര്. പെട്ടെന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ്. സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ആദ്യം BJP-ക്കാർ അടിച്ചു കളഞ്ഞു. പിന്നീട് അത് തിരിച്ചു വന്നു. പിന്നെ മറ്റൊരു പേജ് തുടങ്ങി. അപ്പൊ ഇതെല്ലാം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ ചെറുപ്പക്കാരെ കിടന്ന് അലയ്ക്കുന്നതേ ഉള്ളൂ, ആരും മുന്നോട്ട് വരില്ല എന്നുള്ളത്. പക്ഷേ അവരിപ്പോൾ സമരം നടത്തുന്നുണ്ട് ജന്തർ മന്ദറിൽ. നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുവാക്കളുടെ സമരമാണത്. അവരൊരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കാനോ വേണ്ടി ഒന്നുമല്ല അവർ ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ഭാവിക്ക് വേണ്ടി, വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. ആ സമരം ചെയ്യുന്നവരെ പോലീസുകാർ ഓടിച്ചിട്ട് അടിക്കുകയാണ്, ചെറുപ്പക്കാരെയൊക്കെ. അവരവിടെ വന്നിട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അവരെ അങ്ങോട്ട് ആക്രമിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ പോലീസ് എന്ത് ചെയ്യുന്നു? അവരെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയും അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ കുട്ടികൾ അവിടെ ഇരിക്കുന്നു, പിന്നെയും വന്നിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർക്കറിയാം ഇന്ത്യയിൽ ഇനി ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഞങ്ങളുടെ ഭാവി അല്ലെ ഞങ്ങളുടെ മക്കളുടെ ഭാവി എല്ലാം നശിച്ചു പോകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കൊച്ചു കുട്ടികൾ വരെ വന്നാണ് അവിടെ സമരം ചെയ്യുന്നത്. അപ്പം ഈ സമരം ചെയ്തപ്പം ഈ സമരക്കാരെ അടിച്ചമർത്താൻ നമ്മളെല്ലാം കണ്ടു. CRPF പോലീസുകാരെ ഉപയോഗിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് സമരത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമരക്കാരെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ CJP പാർട്ടി അവിടെ സമരം നടത്തിയപ്പോൾ അവിടെ ടാഗ് നെയിം ഇല്ലാതെ തന്നെ അവിടെ ഒരുപാട് പേര് ഇവരെ അടിച്ചു എന്നാണ് പറയുന്നത്. അത് പോലീസുകാരല്ല, CRPF അല്ല, ഒന്നുമല്ല. വെളിയിൽ നിന്നുള്ള ഒരു പാർട്ടിയുടെ അണികളാണ് ഈ വന്ന ആ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് അടിക്കുന്നത് എന്നാണ് CJP ആരോപിക്കുന്നത്. അത് നമുക്ക് കണ്ടാലും നമുക്കത് കൃത്യമായിട്ട് നമുക്കാണേലും തോന്നും. എന്താ വെച്ചാൽ അവർക്ക് നൈം ബോർഡ് ഇല്ല. നൈം ബോർഡ് എന്ന് പറയുന്ന സംഭവം അവർക്കില്ല. അതുപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന വലിയ വലിയ മീഡിയക്കാരുണ്ടല്ലോ, ഈ മീഡിയക്കാരെയൊക്കെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അവരവിടെ വന്നിട്ട് ഇവരെന്തോ ഉപദ്രവം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഈ CJP പാർട്ടിയിലെ അവർ തന്നെ ലൈവായിട്ട് തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. പല ചാനലുകാരെയും, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. അവരെയൊക്കെ ഓടിച്ചു വിടുന്നുണ്ട് അവിടെ നിന്ന്. അവര് ലൈവായിട്ട് അവരുടെ വീഡിയോയിൽ ആ ചാനലിലേക്ക് ലൈവായിട്ട് കൊടുക്കുന്ന വീഡിയോ ഇവര് അത് തുറന്നു കാട്ടുന്നുണ്ട്. അവിടെ ഇവർ കിടന്ന കള്ളത്തരങ്ങൾ, ഇവര് കള്ളത്തരമാണ് പറയുന്നത്. CJP പാർട്ടിയിൽ വന്ന ഇവിടെ ഒരാളും ഒരു അക്രമവും കാണിച്ചിട്ടില്ല. പക്ഷേ ഇവര് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഒരു
പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് CJP ആരോപിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ചാനലുകാര് അവിടെ ഇരുന്നുകൊണ്ട് ഇവരാണ് പ്രശ്നക്കാർ, ഈ CJP പാർട്ടിക്കാരാണ് പ്രശ്നക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിച്ചതെന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത്രയും ചെറുപ്പക്കാര് ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്രയും പേരെ ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവർ രാഷ്ട്രീയം നോക്കി ഒന്നും വന്നവരല്ല. അവരുടെ വിദ്യാഭ്യാസം, അവർക്കൊരു വരുമാനം, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ജോലി, ഇതെല്ലാം പ്രതീക്ഷിച്ച് പഠിക്കുമ്പോൾ ആ ചോദ്യ പേപ്പർ ഉൾപ്പെടെ ചോരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കാൻ വന്നവരാണ്. സിസ്റ്റം ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ ഭരണത്തിൽ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊന്നും ശരിയല്ല, ഇവിടെ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് വെച്ചാൽ ചോദ്യ പേപ്പർ ഉൾപ്പെടെ ചോരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഠിച്ചെഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പ്രതിമയ്ക്കെല്ലാം പോയി ഡോക്ടർമാർ നോർത്ത് ഇന്ത്യയിൽ പരിശോധിക്കുന്നുണ്ട്, ബിംബങ്ങളെ പരിശോധിക്കുന്നു. പല ദൈവങ്ങളുടെ ബിംബങ്ങൾ, അവർ ആരാധിക്കുന്ന ബിംബങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത്. അതിനെ പോയി പരിശോധിക്കുന്ന ഡോക്ടർമാർ, അങ്ങനെയുള്ള ഡോക്ടർമാരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ചോർന്നിട്ടുണ്ടായിരിക്കും. അർഹതയില്ലാത്ത എത്ര പേര് സർവീസിൽ കയറിക്കൂടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് നല്ലൊരു ലെവൽ എത്തണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനധികൃതമായി കയറുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ. അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇതിനെതിരെ വലിയൊരു പ്രക്ഷോഭമാണ് CJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ പിന്തുണയ്ക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അവര് ചെറുപ്പക്കാരാണ്. ആ പിള്ളേര് ലക്ഷക്കണക്കിന് കുട്ടികളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഈ CJP സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ രഞ്ജിനി ഹരിദാസ് പോയതിനെ കുറിച്ച് നമ്മുടെ ഗോപാലൻ ചേട്ടനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം ആദ്യം. പാറ്റകളുടെ പ്രശ്നങ്ങളാണ്. പാറ്റയ്ക്ക് ഹിറ്റ് ഉണ്ട് കയ്യില് ആണല്ലേ? ഇന്നലെ ഒരു ചെറിയ ഹിറ്റ്, വരാൻ പോണ ഹിറ്റ് ഒക്കെ വരാൻ പോണ ആണല്ലേ? ഇതൊക്കെ ഒരു വെറുതെ അല്ലേ കണ്ടുപിടിയാണ്. ഒരു ഭരണം അതാണ് നാട്ടിൽ നടക്കുമ്പോ ഇങ്ങനെ ചില പാറ്റ ഇനി പഴുതാരാ അതൊക്കെ ഉണ്ടാവണല്ലോ. അപ്പം ഇന്നലെ പാറ്റകളെയൊക്കെ കുറച്ചുപേരെ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഗോപാലൻ ചേട്ടന്റെ ഇതൊക്കെ വെച്ചിട്ട് പ്രതിഷേധിക്കുന്നത് ഒരു വലിയൊരു കുറ്റമായിട്ടാണ് ഇവരിവിടെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ അതിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കുമെന്നാണ്. അറിയാലോ മരുന്ന് എന്താണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഓടിച്ചിട്ട് അടിക്കുന്നതൊക്കെ. പാവം പിടിച്ച പിള്ളേർ എത്ര പേരെയാണ് ഇവര് ഉപദ്രവിക്കുന്നത്, അതും തലയ്ക്കൊക്കെയാണ് അടിക്കുന്നത്. നടീനടന്മാരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് എങ്ങനെ പൈസ മേടിക്കുന്നത്. എഞ്ചിനീയർ ഇവിടെ സ്റ്റേജ് ഇല്ല, കുറച്ച് പൈസ കിട്ടി അങ്ങനെ പോയി. അത്ര നാടകമൊക്കെ അറിയാം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊരാൾ എപ്പോഴും കിടന്നേണ്ട കുട്ടി ക്ലൈമാക്സ് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇവർക്ക് പോലും അറിയത്തില്ല ക്ലൈമാക്സ് എന്തുവാന്ന്. ഇതിനകത്ത് പറയുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് നടീനടന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രകാശ് രാജ്, രഞ്ജിനി ഹരിദാസ്, ടൊവിനോ തോമസ്. അപ്പൊ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ രഞ്ജിനി ഹരിദാസിനെയാണ് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നത് പൈസ ഒക്കെ വാങ്ങിച്ചിട്ടായി ചെയ്യുന്നത്. ഈ നടീനടന്മാർ വന്നവരെല്ലാം ക്യാഷ് പ്രതീക്ഷിച്ച് വന്നാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, പ്രകാശ് രാജ് ആയിക്കോട്ടെ, ടൊവിനോ ആയിക്കോട്ടെ, ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന നടീനടന്മാർ, ഈ സപ്പോർട്ട് ചെയ്ത നടീനടന്മാർക്കൊന്നും കാശിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് കോടിക്കണക്കിന് രൂപ ഉള്ളവരാണ്. അവർ സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയവരാണ്. രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ചെയ്തും അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നവരാണ്. അല്ലാതെ ഈ പാർട്ടിയിലോട്ട് പോയാൽ പൈസ കിട്ടും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു BJP സാധാരണ എന്താണ് ചെയ്യാറുള്ളത്, ഇങ്ങനെ കാശ് കൊടുത്താണല്ലോ ആളെ പിടിക്കുന്നത്. MLA-മാരെ പിടിക്കണമെങ്കിൽ, ചാക്കിട്ട് പിടിക്കണമെങ്കിൽ കോടികൾ കൊടുത്തിട്ടാണല്ലോ പിടിക്കുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മയിലായിരിക്കും കാശ് പ്രതീക്ഷിച്ചാണ് പോകുന്നത് എന്ന് പറയുന്നത്. അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മരത്തോടുള്ള താല്പര്യമല്ല, പണത്തോടുള്ള ആർത്തിയാണ്. അവരൊക്കെ പണം മേടിച്ചെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? ഞാൻ 100% ഇവിടെ ധാരാളം എല്ലാ സമരങ്ങളും നടന്നല്ലോ. 60-70 ദിവസങ്ങളായിട്ട് പാവം നമ്മുടെ ആശാ വർക്കേഴ്സൊക്കെ സമരം നടത്തിയില്ലേ? ഇവരെ ആരും കണ്ടില്ലല്ലോ. അപ്പൊ സമരത്തോടുള്ള താല്പര്യമല്ല, പണത്തോടുള്ള ആർത്തിയാണ്. അവരൊക്കെ പണം മേടിച്ചെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? ഞാൻ 100% അപ്പം 100% ഉറപ്പിച്ച് പറയുന്നുണ്ട് അവരൊക്കെ പണം വാങ്ങിച്ചിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. രഞ്ജിനി ഹരിദാസും അവരുടെ സപ്പോർട്ടുമായിട്ട് പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാഷ് കൊടുത്ത് അങ്ങനെ ആളെ പിടിച്ചവർക്കല്ലേ അതിന്റെ പരിചയം ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കിയിട്ട് CJP പാർട്ടിയിലേക്ക് പോകുന്നവർ ഒരിക്കലും ക്യാഷ് പ്രതീക്ഷിച്ചല്ല. അവരെ സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ ഇത്രയും, ഇവര് വലിയ സംഭവമൊന്നും അല്ല എന്നാണ് ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ BJP എന്ന് പറയുന്ന പാർട്ടി തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരൊന്നും അല്ലെന്നുള്ളത്. പക്ഷെ ഇവരുടെ ഈ ഒരു വരവ് ഒരു 1.5 വരവായിരുന്നു.
ആ വരവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളത് മോദി വരെ ഞെട്ടിത്തെറിച്ച് കാണും. എന്ന് വെച്ചാൽ ഇത്ര അവർ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടും ഇവരെ തല്ലുമ്പോൾ തന്നെ പിന്നെയും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. വേൾഡ് വൈഡ് മീഡിയകൾ എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങി ഈ വിഷയം. BJP ഇപ്പൊ അനങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി അതൊന്ന് എങ്ങനെയും തീർക്കണം എന്നുള്ള രീതി. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഞാൻ ഇവിടെ എത്താൻ കാരണം അന്ന് ഞാനിത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ് ഓവർ ദി ലാസ്റ്റ് മെനി വീക്സ്. എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഷെയർ ചെയ്ത പോലത്തെ ആരും റീഷെയർ ചെയ്തിട്ടില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വെച്ച് ചോദിച്ചു എനിക്ക് അസുഖം വന്ന എന്റെ അക്കൗണ്ട് ഹാക്ക് ആയോ. അത്രയധികം ഞാൻ റീപോസ്റ്റ് റീഷെയർ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ടോപ്പിക്. ബിക്കോസ് അതെന്നെ എവിടെയോ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. നമ്മളൊരു സിറ്റിസൺ ഓഫ് ദ കൺട്രി ആകുമ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ വളരെയധികം പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ വളരെയധികം LGBTQ വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതും എന്നെ അതുപോലെ തന്നെ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. പക്ഷേ സോനം വാങ്ചുക് ജീനെ സത്യാഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഒരു 20-21 ദിവസം സ്റ്റേജിൽ നിന്നും അവർ എടുത്തുകൊണ്ട് പോയ രീതി അത് അക്സെപ്റ്റബിൾ അല്ല. ഇന്ത്യ എന്ന രാജ്യത്ത് ആ ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഗവൺമെന്റ് ആരായാലും, whoever might be in power, I don't think we should be able to take that. I am not going to sit and blame one party or the other party. I am going to blame you if you are doing something wrong. And അത് വളരെ വളരെ അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. അത് ചെയ്ത രീതി, അത് യൂണിഫോം ഇടാത്ത കുറെ ആൾക്കാർ വെള്ള തുണിയുടെ പുറകിൽ അദ്ദേഹത്തിന്റെ ഒരു ഡെഡ് ബോഡി എടുക്കുന്ന പോലെ ഒരു വെള്ള ഷീറ്റിൽ ഏതോ കുത്തിത്തിരിച്ചു കൊണ്ടുപോകുന്ന ആ വിഷ്വൽ എന്റെ മനസ്സിൽ പോകുന്നില്ല. യൂസ് ചെയ്ത ഭാഷ വാസ് നോട്ട് റൈറ്റ്. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ വരണം. ഇവിടെ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല, ഇവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലാതെ. അഫ്കോഴ്സ് അവരെ കോക്രോച്ചസ് വിളിച്ചു, അതുകൊണ്ട് അവരിങ്ങനെ പാർട്ടി തുടങ്ങി, വളരെ സക്സസ്ഫുൾ ആയി. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് ഇവിടെ എത്തിയപ്പം ഇറ്റ് വാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടായപ്പോൾ. സോ വാട്ട് ഐ വാണ്ട് ടു സേ, ഇവിടെ എത്തിപ്പെടാൻ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു ടു റീച്ച്? എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ വന്ന സമയത്ത് ഓൾറെഡി അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. ദേ വർ ട്രൈങ് ടു ക്രൗഡ് എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അത്ര സ്പ്ലിറ്റ് ചെയ്യാനാണ് അവർ നോക്കിയത്. സോ അപ്പൊ എന്തുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസ് ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്ന് രഞ്ജിനി ഹരിദാസ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ നിരാഹാരം കിടന്ന വ്യക്തിയെ എന്താണ് ചെയ്തത്. വെള്ള തുണിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് കൊണ്ടുപോയത്. കോൺഗ്രസും സമരമുഖത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, KC വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ ആന്റണി MP ഉൾപ്പെടെ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളൊന്ന് കാണണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തറയിലിട്ട് വലിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് പോയത്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് ഈ തൂക്കിക്കൊണ്ടൊക്കെ പോയി ഇങ്ങനെ ചുമ്മാ എടുത്ത് എറിയുന്ന പോലെയൊക്കെയാണ് വണ്ടിക്കകത്തൊക്കെ ഇട്ട് എറിഞ്ഞുകൊണ്ട് പോയത്. കഴുത്തിന് ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അതുപോലെ പ്രിയങ്ക ഗാന്ധിയെ വലിച്ചെടുച്ചുകൊണ്ട് പോയത് ആരാണ്? ആണുങ്ങളായ പോലീസുകാരാണ്. സാധാരണ ഈ സമരത്തിലൊക്കെ പെൺ പോലീസുകാരാണല്ലോ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഈ സമരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ഇവര് വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമായ സംഘർഷാവസ്ഥയിലായി പോയി ഇത്. ഇനി എന്തായാലും ഇവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അംഗീകരിക്കാതെ ഇവർ പുറകോട്ടില്ല എന്നാണ് CJP പാർട്ടിയും കോൺഗ്രസും എല്ലാം പറഞ്ഞിരിക്കുന്നത്. സർക്കാർ, ഈ പറയുന്ന മോദി സർക്കാരിനെതിരെ ഇതുപോലൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിൽ BJP ശരിക്കും പേടിക്കുന്നുണ്ട്, മോദിയും ശരിക്കും പേടിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ അവർ കാണിക്കുമെങ്കിലും തീർച്ചയായിട്ടും അവർ പേടിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്ര ലക്ഷം യുവാക്കളാണ് ഇറങ്ങിയിരിക്കുന്നത്, ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രമാത്രം ചെറുപ്പക്കാർ ഇറങ്ങണമെങ്കിൽ ഇത് ഒരു പാർട്ടി വിളിച്ചിട്ടോ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നും വന്നവരല്ല. അവർ അവരുടെ ഭാവിയെ ഓർത്ത് വന്നതാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരിക്കുന്ന മക്കളുടെ ഭാവി ഓർത്ത് വന്നവരുണ്ട് അതിനകത്ത്. അപ്പൊ ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. 16 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്നലെ നടന്ന CJP പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അവരെയും പോലീസുകാർ ലാത്തിചാർജ് ചെയ്തു. ആ പെൺകുട്ടികൾ പറയുന്നത് കേൾക്കുക. സ്കൂളിലും കോളേജിലും ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ചായക്കച്ചവടക്കാരനാകാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പരീക്ഷാ പേപ്പറുകൾ ലീക്ക് ചെയ്യുന്നു, അതിനെതിരെ നടപടിയെടുക്കണം. പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്തിനാണ് പോലീസ് ഞങ്ങളെ തല്ലിയത്? ഇതാണ് പുതിയ ഇന്ത്യ. അപ്പൊ ചോദിക്കുന്നത്, എന്തിനാണ് പോലീസ് ഞങ്ങളെ തല്ലിയത്? ഞങ്ങൾക്ക് 16 വയസ്സുള്ളവരാണ്. അവർ പറയുന്ന കാര്യം 16 വയസ്സുള്ള കുട്ടികളാണ് ഈ പറയുന്നത്. എനിക്ക് അത് വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, കുട്ടികളായതുകൊണ്ട്. 16 വയസ്സുള്ള കുട്ടി വരെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ കുട്ടികളെ കുറിച്ച് പറയേണ്ടല്ലോ. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, നല്ല എഡ്യൂക്കേഷൻ കൊടുത്താൽ അതുപോലെ പഠിക്കുന്ന പിള്ളേരാണ് ഇന്ത്യയിലുള്ളത്. ആ 16 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞ വാക്കുകളാണിത്. ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഞങ്ങളൊരു നിലയിൽ എത്താൻ വേണ്ടിയാണ്, ചായക്കച്ചവടക്കാരനാകാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പരീക്ഷാ പേപ്പറുകളൊക്കെ ലീക്ക് ചെയ്ത് വെളിയിൽ പോകുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഫീസ് കൊടുത്ത്, പൈസ ഇല്ലാഞ്ഞിട്ടും അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എന്റെ മക്കൾ ഒരു നിലയിൽ എത്തണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർ പഠിച്ച് പരീക്ഷ എഴുതി നല്ലൊരു നിലയിൽ എത്തണം എന്ന് വെച്ചാണല്ലോ. ഈ പരീക്ഷാ പേപ്പർ എന്ത് ചെയ്യുന്നു? അനർഹരുടെ കയ്യിൽ ലീക്ക് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഈ അർഹതപ്പെട്ടവർ തഴയപ്പെടുന്നു. അപ്പൊ അതിനി അനുവദിക്കാൻ പറ്റില്ല എന്നാണ് സമരക്കാരും പറയുന്നത്, ഈ 16 വയസ്സുള്ള കുട്ടിയും പറയുന്നത്. ഈ കുട്ടിയൊക്കെ നല്ല ഉപദ്രവിച്ചു കേട്ടോ, ഓടിച്ചിട്ട് അടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സമരം ചെയ്തെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലോ, രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോയത്. രാഹുൽ ഗാന്ധിയുടെ മൂക്കിന്
പരിക്കൊണ്ട് എന്നാണ് പറയുന്നത്. സമരം ചെയ്യുന്നവരെ ഏത് രീതിയിലും അടിച്ചമർത്തുക എന്നുള്ളതാണല്ലോ പണ്ട് മുതലുള്ള രീതി. പക്ഷെ ഇത് അങ്ങനെ തീരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും ചെറുപ്പക്കാര് ഈ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന സിസ്റ്റത്തിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഈ സർക്കാർ ഭയക്കുക തന്നെ ചെയ്യും. ഞാൻ ഒരു പോസ്റ്റ് കണ്ടു. ഈ പറഞ്ഞ BJP സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇടുന്ന പോസ്റ്റാണ്. അതിലൊരു പോസ്റ്റ് ഇതാണ്: വെറും ഒരു ചോദ്യ പേപ്പർ ലീക്ക് ആയതിനാണ് ഈ പ്രതിഷേധങ്ങൾ അത്രയും. ഓർത്തോളണം, വെറും ഒരു ചോദ്യ പേപ്പർ ചോർന്നതിനാണ് ഈ പ്രതിഷേധം മൊത്തവും. അവർക്കത് വെറും ഒരു ചോദ്യ പേപ്പറാണ്. ഓക്കെ, നീറ്റ് പേപ്പർ ലീക്കായി എന്ന് അറിഞ്ഞ ശേഷം എന്തൊക്കെയാണ് നമ്മുടെ സർക്കാർ ചെയ്തത് കേട്ടുകൊള്ളണം. ടെലഗ്രാം എന്ന കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പ് നിരോധിച്ചു. അതെന്നാണെന്ന് നിങ്ങൾക്കറിയാം ആപ്പ് നിരോധിച്ചത്. അതിനുശേഷം നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ ആപ്പ് നിരോധിച്ചു. പിന്നെ ആപ്പ് തിരിച്ചു വന്നു. വാട്സപ്പ് വഴി ഒന്നും ഇത് പോകത്തില്ലേ? അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചർ വഴി ഇത് പോകത്തില്ലേ? അതൊക്കെ നമ്മളുടെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ട് അന്ന് തന്നെ പലരും പറഞ്ഞു. ഈ ആപ്പ് നിരോധിച്ചത് കൊണ്ട്, ടെലഗ്രാം നിരോധിച്ചുകൊണ്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ തടയാൻ കഴിയുമോ എന്ന്. രണ്ടാമത്തത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച 10ലധികം പേരെ അറസ്റ്റ് ചെയ്തിരിക്കാം. അതിവേഗം തന്നെ റീടെസ്റ്റ് നടത്തി. റിസൾട്ട് വരെ പബ്ലിഷ് ചെയ്തു. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രതിഷേധിക്കുന്നവർ ഇതൊന്നും കണ്ട മട്ടില്ല. പ്രതിഷേധിക്കുന്നവർ ഇതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടാമത് പരീക്ഷ നടത്തിയല്ലോ. ആദ്യം ചോർന്നു, ഓക്കെ, സമ്മതിച്ചു. ഞങ്ങൾ രണ്ടാമത് പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തിയില്ലേ? അങ്ങനെ നിങ്ങൾ പരീക്ഷ നടത്തിയപ്പോൾ പലയിടങ്ങളിലായിട്ട് എത്രയോ കുട്ടികൾ സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒരു സിമ്പിൾ ആയിട്ടാണ് ഇത് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു പറ്റം നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചിലർ ഈ പ്രതിഷേധം ഇത്രയും ആളി കത്തിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ട് ആരും ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നുമില്ല ഇതിനകത്ത്. ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് തോന്നി ഈ പോകുന്ന സിസ്റ്റം ശരിയല്ല, ഇനി ഞങ്ങൾക്ക് വന്നു, ഇനി മറ്റൊരു സമയത്ത് മറ്റൊരാൾക്ക് ഇത് ഉണ്ടാവരുത്. അപ്പം അതിനു വേണ്ടിയുള്ള സമരമാണിത്. അവരൊരു CJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന് പിന്നിൽ അവരെ മറ്റുള്ള പാർട്ടികളിൽ ഒന്നും പോകാതെ ഇത്രയും ചെറുപ്പക്കാര്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, അങ്ങനെ തന്നെ പറയണം, ഇത്രയും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഈ ഒരു സമരത്തിന് അണിനിരന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിച്ച ഒരു പ്രധാനമന്ത്രി ആകണമെന്ന് അവരിപ്പോ പറയുന്നേ ഇല്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ അത്രമാത്രം നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ചെറുപ്പക്കാർ ഇറങ്ങിയ ഒരു സമരം നിങ്ങൾ പറയാമോ? നിങ്ങൾ കണ്ടിട്ടുള്ള ഇത്രമാത്രം ചെറുപ്പക്കാർ ഇറങ്ങി സമരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രമാത്രം ചെറുപ്പക്കാർ ഇന്ത്യയിൽ നിറഞ്ഞിറങ്ങിയ സമരം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത്? എന്റെ അറിവിലേ ഇല്ല കേട്ടോ. ഇങ്ങനെ ചെറുപ്പക്കാർ ഇത്രയും പേര് ഇറങ്ങി സമരം ചെയ്തത് എന്റെ അറിവിലില്ല. നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയാണ് രസം. ഈ പോസ്റ്റിലെ ഏറ്റവും വലിയ രസം ഇതാണ്. എന്താ വെച്ചാൽ, എന്ത് വന്നാലും ഇപ്പൊ BJP എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി അവർ ആദ്യം വർഗീയതയാണ് ഇറക്കുന്നത്. അത് ഇന്ത്യക്കകത്ത് തന്നെ ഇറക്കി നോക്കും. അത് ക്ലച്ച് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർ പോകുന്ന ഒരു സ്ഥലമുണ്ട്, പാകിസ്ഥാനിലോട്ടാണ്. പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടിങ് ആണ്. മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി അവർ കളിക്കുന്ന കളികളാണ് ഇത് എന്നും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തോണം, പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടിങ് ആണെന്ന്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അവർക്ക് കഞ്ഞിവെള്ളം മാറ്റി കുടിക്കാൻ കാശില്ല. പക്ഷെ ഇതൊക്കെയാണ് ഇവർ മറ്റുള്ളവരൊക്കെ കുത്തിവെക്കുക. ഇത് കേൾക്കാനും കുറെ പേര് കാണുമല്ലോ. അന്ധഭക്തർ എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ ഓക്കെയാണ്. അവർ അപ്പോഴേ പറയും, ഇത് പാകിസ്ഥാന്റെ പണിയാണെന്ന് പറയും. ഇന്ത്യയിലെ ചെറുപ്പക്കാര് അവർ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവർക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട്, പാകിസ്ഥാനാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. എന്തൊക്കെയായി കേൾക്കുന്നത്? അതാണ് പറഞ്ഞത്, വർഗീയത അപ്പൊ കുത്തിവെച്ച് കളയും. ഇപ്പൊ ഇന്ത്യക്കകത്ത് തന്നെ ആ വർഗീയത കുത്തിവെച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ അതിപ്പോ നടക്കത്തില്ലെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പക്കാർ ജാതി മതം ഒന്നും നോക്കാതെ പല സ്റ്റേറ്റുകളിൽ നിന്നാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ കുട്ടികൾ ജാതി മതം ഒന്നും നോക്കുന്നില്ല, വിവരമുള്ള വിദ്യാഭ്യാസം ഉള്ളവർ. അതവിടെ നടക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പോയേക്കുന്നത്. ശരി, കഷ്ടമാണ് നോക്കി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തിനെതിരെ, ജനാധിപത്യത്തിനെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധമല്ലേ ഇത്? പിന്നെ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇത്രയും വലിയൊരു പ്രതിഷേധം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു ചുരുക്കാണിത്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചെറുപ്പക്കാർ ഇങ്ങനെ ഇറങ്ങി സമരം ചെയ്യുന്നത് കാണുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു സമരം വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിഷേധത്തെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? വലിയൊരു പോസ്റ്റ് ആയി പോയി കേട്ടോ. എങ്ങനാണെങ്കിലും പ്രതിരോധിക്കണമല്ലോ. വർഗീയത പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പ്രതിരോധിക്കണമല്ലോ. ഇനി CJP പിന്തുണച്ചുകൊണ്ട് പോയവരൊക്കെ വീട്ടിൽ ED വരും, ഉറപ്പാ. പ്രകാശ് രാജ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല നടന്മാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോളിവുഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ മകള് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇനി സൂക്ഷിച്ചിരിക്കുക. ED വരാൻ ചാൻസ് കൂടുതലാണ്. ഉറപ്പായും ED വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ. മനസാക്ഷി ഉള്ളവർ, നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ, അത് പാർട്ടി നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന സമരത്തെ ഇന്ത്യ മുന്നണി ചെയ്യുന്നതാണെങ്കിലും CJP ചെയ്യുന്നതാണെങ്കിലും അവരെ പിന്തുണയ്ക്കുക തന്നെ വേണം. ജാതി മത വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു നാടാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.